മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും ഡിജിറ്റലായി മാറിയിട്ട് ഇപ്പോൾ വർഷങ്ങളായി. ഇപ്പോൾ പരമ്പരാഗത മാധ്യമങ്ങളെക്കാൾ, പ്രത്യേകിച്ച് ടെലിവിഷന്റെ കാര്യം എടുത്താൽ, പരമ്പരാഗത ടെലിവിഷനേക്കാൾ ആളുകൾ ധാരാളമായിട്ട് ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുന്നത്, കാണുന്നതൊക്കെ ഡിജിറ്റൽ മാധ്യമങ്ങളിലൂടെയാണ്. ഇപ്പോൾ മാധ്യമപ്രവർത്തകനായിരുന്ന, ടെലിവിഷനിൽ മാധ്യമപ്രവർത്തകനായിരുന്ന ഞാൻ പോലും എൻ്റെ വീട്ടിലെ ടെലിവിഷൻ സെറ്റ് തുറന്നിട്ട് നാളുകളേറെയായി. അപ്പൊ എനിക്ക് എപ്പോ വേണമെങ്കിലും എൻ്റെ കയ്യിലുള്ള ഫോണിൽ അല്ലെങ്കിൽ എൻ്റെ ലാപ്ടോപ്പിൽ ഏത് ചാനലും കാണാമെന്നുള്ള ഒരു അവസ്ഥയുള്ളത് കൊണ്ട് നമ്മൾ പൂർണ്ണമായിട്ടും അങ്ങനെ ഒരു ഡിജിറ്റൽ സ്പേസിലാണ് ഇപ്പോൾ വാർത്ത വിനിമയം ചെയ്യുന്നതും നമ്മൾ ആസ്വദിക്കുന്നതും എല്ലാം. അത് എനിക്ക് തോന്നുന്നു മുമ്പ് പത്രങ്ങളുടെ ഒരു ഡീക്കേ ആണ് ആളുകൾ, പത്രങ്ങളുടെ ഒരു പെരിഷിംഗ് ആണ് ആളുകൾ പ്രെഡിക്റ്റ് ചെയ്യപ്പെട്ടിരുന്നത്. ആദ്യം പത്രങ്ങൾ പെട്ടെന്ന് ഇല്ലാതായി പോകുന്ന എന്നുള്ളതായിരുന്നു മുമ്പത്തെ പ്രഡിക്ഷൻ. അപ്പൊ എനിക്ക് തോന്നുന്നു പക്ഷെ അതിനേക്കാൾ വേഗത്തിൽ ടെലിവിഷൻ ഇല്ലാതായിട്ടുണ്ട് എന്നുള്ളതാണ്. സാങ്കേതികമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പുതിയ ജനറേഷനിലെ അല്ലെങ്കിൽ ഒരു 90s കിഡ്സ് മുതലുള്ള ആളുകളൊന്നും ടെലിവിഷൻ അങ്ങനെ കാര്യമായിട്ട് ഇപ്പൊ കാണുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതേസമയം ടെലിവിഷൻ തന്നെ ജനറേറ്റ് ചെയ്യുന്ന, സാറ്റലൈറ്റ് ചാനലുകൾ തന്നെ ജനറേറ്റ് ചെയ്യുന്ന കണ്ടന്റിനെ ധാരാളമായി ഡിജിറ്റൽ മാധ്യമങ്ങളിലൂടെ ആളുകൾ സ്വീകരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ സാങ്കേതികമായിട്ട് അത് മാറിയിട്ടുണ്ട്. ഇനി ഇതിന്റെ അടുത്ത തലങ്ങളിൽ ഇപ്പൊ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ടൂൾസ് വരുന്നതോടുകൂടി, വെർച്വൽ റിയാലിറ്റിയുടെയും ഓഗ്മെന്റഡ് റിയാലിറ്റിയുടെയും മെറ്റവേഴ്സിന്റെയും ഒക്കെ പോസിബിലിറ്റീസ് വരുന്നതോടുകൂടി അത് എങ്ങനെ നമ്മളുടെ വാർത്തയുടെ പ്രക്ഷേപണ രീതികളെയും വാർത്തയോ അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ചുള്ള കണ്ടന്റിന്റെയൊക്കെ പ്രൊഡക്ഷന്റെയോ സ്വഭാവത്തെയോ അത് വിനിമയം ചെയ്യുന്ന രീതിയോ അത് സ്വീകരിക്കുന്ന രീതിയോ ഒക്കെ എങ്ങനെ മാറ്റും എന്നുള്ളതാണ് ഇപ്പോൾ സജീവമായിട്ട് ചർച്ച നടക്കുന്ന ഒരു മേഖല. ഇപ്പൊ വെർച്വൽ റിയാലിറ്റിയുടെയും ഓഗ്മെന്റഡ് റിയാലിറ്റിയുടെയും മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് എന്റേത്. കമ്മ്യൂണിക്കേഷൻ ആണ് ഞങ്ങൾ ചെയ്യുന്നതെങ്കിൽ പോലും വാർത്തയുമായിട്ട് ബന്ധപ്പെട്ട കമ്മ്യൂണിക്കേഷനും ഒന്നുമല്ല ഈ നടക്കുന്നതൊക്കെ. അപ്പൊ ഞങ്ങളുടെ സ്ഥാപനത്തിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇമോസീവ് ആയിട്ടുള്ള ലേണിംഗ് കണ്ടന്റുകൾ എന്ന് പറഞ്ഞാൽ വെർച്വൽ ഹെഡ്സെറ്റുകളിലൂടെ 3D 360 ലോകങ്ങൾ കാണുകയും അനുഭവിക്കുകയും അറിയുകയും ചെയ്യുക എന്നുള്ളതാണ്. അത് പഠിക്കാനും ട്രെയിനിങ്ങിനും പരിശീലനത്തിനും ഒക്കെ ഉപയോഗിക്കുന്ന അത്തരം കണ്ടന്റുകൾ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഞങ്ങള് ഇപ്പൊ ഏറ്റവും ഒടുവിൽ ഡെവലപ്പ് ചെയ്ത ഒരു കണ്ടന്റ് അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ സർജറിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ആശുപത്രികളിൽ ഓപ്പറേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ ആവശ്യമായ മിക്സഡ് റിയാലിറ്റിയിൽ അധിഷ്ഠിതമായ ഒരു സൊല്യൂഷൻ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നു. അങ്ങനെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളെയും ഈ സാങ്കേതിക വിദ്യയൊക്കെ സ്വാധീനിക്കുന്നുണ്ട്. അപ്പൊ എന്നോട് പലരും ചോദിക്കാറുണ്ട്, നിങ്ങളൊരു മാധ്യമപ്രവർത്തകനായിരുന്നു എന്നുള്ള നിലയിൽ നിന്ന്, അതും 10-22 വർഷത്തെ മാധ്യമ പ്രവർത്തനത്തിന് ശേഷം എങ്ങനെയാണ് ഇങ്ങനത്തെ ഒരു മേഖലയിലേക്ക് മാറിയത് എന്നുള്ളതാണ്. അപ്പൊ ഞാൻ തന്നെ അതിന്റെ ഉത്തരം സ്വയം കണ്ടെത്തുന്നത് ശരിക്കും മാധ്യമ പ്രവർത്തനത്തിന്റെ അല്ലെങ്കിൽ വിഷ്വൽ കമ്മ്യൂണിക്കേഷന്റെ ടൂൾസ് ആണ് എനിക്ക് അതിനുള്ള ഒരു ധൈര്യവും കരുത്തും നൽകിയത്. അത് മനോരമയിലായിരിക്കുമ്പോഴാണ് പ്രൊഡക്ഷൻ എന്ന് പറയുന്ന മേഖലയിൽ, ടെലിവിഷന്റെ പ്രൊഡക്ഷൻ എന്ന് പറയുന്ന മേഖലയിലേക്കും വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന അതിന്റെ ഒരു കോറായിട്ടുള്ള ടെലിവിഷൻ പ്രൊഡക്ഷന്റെ കോറായിട്ടുള്ള ഒരു ഏരിയയിലേക്കും കാര്യമായി ശ്രദ്ധ ചെലുത്താൻ തുടങ്ങിയത്. എനിക്ക് തോന്നുന്നു 2014 ഒരു തെരഞ്ഞെടുപ്പിന് ആദ്യമായിട്ട് കേരളത്തില് ഓഗ്മെന്റഡ് റിയാലിറ്റി ഉപയോഗിച്ച് ഒരു പ്രൊഡക്ഷൻ നടത്തുന്നത് മനോരമ ന്യൂസ് ആണ്. 14 ഇത് ആദ്യം ചെയ്യുന്നത് മനോരമ ന്യൂസിലാണ്. അപ്പോൾ 2016 തന്നെ അടുത്ത ഒരു ഇലക്ഷൻ, നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ വെർച്വൽ സെറ്റ് ക്രിയേറ്റ് ചെയ്ത് അതിനകത്ത് ട്രാക്കിംഗ് ക്യാമറ കൊണ്ടുവന്ന് വെർച്വൽ റിയാലിറ്റി ഷോസ് 9 തുടരെ ലൈവ് ചെയ്തിരുന്നു മനോരമ ന്യൂസ്. അവിടുന്നാണ് ശരിക്കും ഈ വെർച്വൽ റിയാലിറ്റി, ആ കാലത്ത് അതിന്റെ പ്രൊഡക്ഷന് നേതൃത്വം കൊടുക്കുകയും ആ ഐഡിയ രൂപപ്പെടുത്തിയെടുക്കുകയും അതിനുശേഷം അതിന്റെ പ്രൊഡക്ഷനെ കുറിച്ചും വന്ന കണ്ടന്റിനെ കുറിച്ചും കിട്ടിയ നല്ല അഭിപ്രായങ്ങളിൽ നിന്ന് ഒരു ഉത്തേജിതനായി
നമുക്ക് ഇങ്ങനത്തെ പ്രൊഡക്ഷൻസ് ഒക്കെ ചെയ്യുമ്പോൾ വലിയ സന്തോഷം തോന്നുമല്ലോ, അല്ലെങ്കിൽ നല്ല വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ വലിയ സന്തോഷം തോന്നുമല്ലോ. അപ്പോൾ അതിനോട് നമ്മൾ ആ കാലത്ത് നമ്മളെ അതിനുവേണ്ടി സഹായിച്ച സോഫ്റ്റ്വെയർ കമ്പനിയായ വാസ്തു 3Dയുടെ ആളുകൾ തന്ന പ്രോത്സാഹനമുണ്ട്. അവര് പല സ്ഥലങ്ങളിലും കണ്ടിട്ടുള്ളതിൽ വെച്ച് ചില നല്ല പ്രൊഡക്ഷനാണ് ഇത് എന്നൊക്കെ പറയുന്നത് കേട്ടുണ്ടായ ഒരു ഉത്തേജനത്തിൽ നിന്നാണ് ഈ മേഖല വളരെ രസമുള്ള ഒരു മേഖലയാണ് എന്നെനിക്ക് തോന്നി തുടങ്ങുന്നത്. പിന്നെ അതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് പഠിച്ചിട്ടാണ് ഈ വെർച്വൽ റിയാലിറ്റിയുടെ പല എക്സ്പീരിയൻസുകളും പിന്നെ ബിൽഡ് ചെയ്തിട്ടുള്ളത്. ഇപ്പോ ഈ ടെലിവിഷൻ ചാനലുകൾ ധാരാളമായിട്ട് ഇത്തരം കണ്ടന്റ് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം അത് ചിലപ്പോൾ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ആയിരിക്കാം, ചിലപ്പോൾ ഒരു വിഷ്വലി പ്രസന്റ് ചെയ്യേണ്ട ഒന്നായിരിക്കാം. നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം ചുമ്മാ കണക്കുകൾ അവതരിപ്പിക്കുന്നതിലോ അല്ലെങ്കിൽ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് പറയുന്നതിനോ അപ്പുറത്ത് അതിനെ വിഷ്വലൈസ് ചെയ്താൽ കുറച്ചും കൂടെ ഫലപ്രദമായിട്ട് ആളുകളിലേക്ക് എത്തും, ആളുകൾ അത് ഓർത്തിരിക്കും എന്ന് തോന്നുന്നിടത്താണ് ഇത്തരം ടൂൾസിന്റെ പ്രസക്തി ഉണ്ടാകുന്നത്. അത് രണ്ടാമത്തേത്, ചാനലുകൾ തമ്മിൽ തന്നെ വലിയ മത്സരങ്ങൾ ഉണ്ടാകുമ്പോൾ അപ്പുറത്തെ ചാനൽ ചെയ്യുന്ന അല്ലെങ്കിൽ ഈ കേരളത്തിൽ ഇപ്പോൾ ഒന്നാമത് നിൽക്കുന്ന ചാനൽ ചെയ്യുന്നതിൽ നിന്ന് വ്യത്യസ്തമായി എനിക്ക് എന്ത് കൊടുക്കാൻ പറ്റും, എന്റെ ചാനലിന് എന്ത് കൊടുക്കാൻ പറ്റും എന്നൊക്കെ പറയുന്ന ആലോചനകൾക്ക് കിട്ടുന്ന ഉത്തരങ്ങൾ കൂടിയാണിത്. നമ്മൾ പുതിയ സങ്കേതങ്ങൾ ഉപയോഗിക്കുന്നു, പുതിയ രീതികൾ ഉപയോഗിക്കുന്നു, പുതിയ തരത്തിൽ ഇതിനെ പ്രസന്റ് ചെയ്യുന്നു. അങ്ങനെയൊക്കെ ആവുമ്പോൾ പെട്ടെന്ന് ആളുകളെ സ്പർശിക്കാൻ പറ്റും എന്നുള്ള ഒരു തോന്നലിൽ നിന്നാണ് ഇത്തരത്തിലുള്ള ഇനിഷ്യേറ്റീവ്സ് ഉണ്ടാകുന്നത്. ചിലപ്പോഴൊക്കെ ഇത്തരം ആലോചനകള് വലിയ വിമർശനങ്ങൾ വരുത്തി വയ്ക്കുന്ന ഇടങ്ങളിലേക്ക് പോലും പോയി എത്താറുണ്ട്. ഇപ്പോ കാഷ്വലായി വാർത്ത അവതരിപ്പിക്കുക, കാഷ്വലായി സംസാരിക്കുക എന്നുള്ളത് മാധ്യമപ്രവർത്തനത്തിൽ ഒരു രീതിയായി മാറിയിട്ടുണ്ടല്ലോ. അത് വലിയ വിമർശനങ്ങൾക്ക് വഴിവെക്കുന്ന തരത്തിൽ ചില ചാനലുകൾ ഉപയോഗിക്കുന്നത് ഈ കഴിഞ്ഞ സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൽ നമ്മൾ കണ്ടു. ഇപ്പൊ എന്തും നമ്മളുടെ അവതരണത്തിന്റെ രീതി ആയിക്കോട്ടെ, അതിന്റെ സാങ്കേതികത്വം ആയിക്കോട്ടെ, എന്തും അതിന്റെ ഔചിത്യത്തിലും മര്യാദ വിടാത്ത രീതിയിലും ഒക്കെ ഉപയോഗിച്ചാൽ അതിന് പ്രസക്തി ഉണ്ടെന്നും അത് ആളുകൾ സ്വീകരിക്കുമെന്നും നമ്മൾ മനസ്സിലാക്കണം. അതേസമയം നമ്മൾ ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം എന്തെങ്കിലും തരത്തിലുള്ള ഒരു കാട്ടിക്കൂട്ടലായിട്ട് ചെയ്താൽ അതിനൊരു അർത്ഥം ഉണ്ടാകില്ല. നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യത്തെ കൂടുതൽ ഫലപ്രദമായിട്ട് അപ്പുറത്തെ സ്ഥലത്ത് എത്തിക്കാനായിട്ട് നമുക്ക് പറ്റുവാണെങ്കിൽ ഇത്തരം ടൂൾസ് എല്ലാം നല്ലതാണ്. ഇനി ഇപ്പം നമ്മള് സാങ്കേതിക വിദ്യയുടെ ഒരു വലിയ വെല്ലുവിളി എന്ന് പറയുന്നത്, നമ്മളിപ്പോ ഹോളിവുഡിൽ ഒരു വലിയ സമരം സമീപകാലത്ത് നടന്നായിരുന്നു. ആ സമരം എന്ന് പറയുന്നത് അതിന്റെ സ്ക്രിപ്റ്റ്, തിരക്കഥ എഴുതുന്നവര്, സ്ക്രീൻ പ്ലേ എഴുതുന്നവര് ഒക്കെ ചേർന്ന് നടത്തിയ ഒരു സമരമായിരുന്നു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ വരവോടുകൂടി, ഡിജിറ്റൽ ടൂൾസിന്റെ വരവോടുകൂടി അവരിൽ ചിലർക്കൊക്കെ തൊഴിലില്ലാതാകുന്നു എന്നുള്ള ആശങ്കയിൽ നിന്നാണ് അതുണ്ടായത്. ഈ ആശങ്ക വാസ്തവത്തിൽ ഇനി അങ്ങോട്ട് വരുന്ന കാലത്ത് മാധ്യമപ്രവർത്തകർക്കും ബാധകമാണ്. പ്രധാനപ്പെട്ട ഡീറ്റെയിൽസ്, ഇൻപുട്സ് മാത്രം കൊടുത്തു കഴിഞ്ഞാൽ സുന്ദരമായ കോപ്പികൾ, ഒരുപക്ഷെ ഒരു മാധ്യമപ്രവർത്തകൻ എഴുതുന്നതിനേക്കാൾ സുന്ദരമായ കോപ്പികൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ടൂൾസ് തരും എന്നുള്ളത് നിസ്തർക്കമാണ്. ഒരു പക്ഷേ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ക്രിയേറ്റ് ചെയ്യുന്ന കോപ്പിയെ ക്രോസ് ചെക്ക് ചെയ്യാനും വേണ്ട രീതിയിൽ ചിലപ്പോൾ ഒന്ന് തിരുത്താനും ഒക്കെ ആയിട്ടുള്ള മാൻ പവർ വേണ്ടി വരുമായിരിക്കും. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇപ്പോ ഉണ്ടായിരിക്കുന്ന ഈ ടെക്നോളജിയുടെ കുതിച്ചു കയറ്റത്തിൽ മാധ്യമപ്രവർത്തകർക്കും പല മേഖലകളിൽ തൊഴിൽ പോകാവുന്ന പോലെ മാധ്യമപ്രവർത്തകരുടെ ഒരു വിഭാഗത്തിനും തൊഴിൽ പോകാം സാധ്യതയുണ്ട്. എന്ന് പറഞ്ഞാൽ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ ഇപ്പൊ ആവശ്യമായ അത്രയും ആളുകൾ ആവശ്യമല്ലാതെ വരുന്ന ഒരു കാലമാണ് വരുന്നത്. അത്. രണ്ട്, വാർത്താ അവതരണത്തിൽ പോലും ഇപ്പൊ അതിന്റെ ഏറ്റവും പ്രിമാച്വർ ആയിട്ടുള്ള തലത്തിൽ നമ്മൾ അതിനെ അവതരണത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ ജനറേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള വെർച്വൽ അവതാറുകൾ അല്ലെങ്കിൽ മെറ്റാ ഹ്യൂമൻസ് വാർത്ത വായിക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ സമീപകാലത്ത് കണ്ടിട്ടുണ്ട്. അതിന്റെ ഏറ്റവും അപക്വമായ ഡെവലപ്മെന്റ് സ്റ്റേജിൽ നിന്നുകൊണ്ടിട്ടുള്ള പ്രൊഡക്ഷനാണ് കണ്ടിട്ടുള്ളത്. ഈ വരാൻ പോകുന്ന കാലത്ത് സംഭവിക്കാൻ പോകുന്ന ഒന്ന്, മനുഷ്യനോളം തന്നെ റിയലിസ്റ്റിക് ആയ, അതായത് ഒറിജിനൽ എന്ന് തോന്നിപ്പിക്കാവുന്ന തരത്തിൽ സ്കിൻ ടോണും സ്വഭാവങ്ങളും എക്സ്പ്രഷൻസും ഒക്കെ ഉണ്ടാകുന്ന തരത്തിലുള്ള മെറ്റാ ഹ്യൂമൻസ് വാർത്ത അവതരിപ്പിക്കുകയോ അല്ലെങ്കിൽ പ്രോഗ്രാമുകൾ അവതരിപ്പിക്കുകയോ കണ്ടന്റ് അവതരിപ്പിക്കുകയോ ഒക്കെ ചെയ്യും.
അവര് സാധാരണ രീതിയിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു കണ്ടന്റ് പോലെ തന്നെ നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന കണ്ടന്റിനെ വളരെ പ്രോപ്പറായിട്ട് ഒരു സാധാരണ ആള് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമോ അതുപോലെ തന്നെ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന തരത്തിലേക്ക് എക്സ്പ്രസീവായിട്ട് തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന തരത്തിലേക്ക് മാറും. ഇപ്പൊ അതൊന്ന് റിഫൈൻഡ് ആയി വരുന്നേ ഉള്ളൂ. ഇപ്പോ രൂപപ്പെട്ടു വരുന്ന പല സോഫ്റ്റ്വെയറുകളും വിഷ്വൽ പ്രൊഡക്ഷനിലും വലിയ തോതില് വിപ്ലവം സൃഷ്ടിക്കുന്നുണ്ട്. ഈ ഓപ്പൺ-എയുടെ ChatGPT-യുടെ മദർ കമ്പനിയായ സൊറ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ വീഡിയോ പ്രൊഡ്യൂസിങ് ആപ്ലിക്കേഷൻ ആണ്. നമ്മൾ കൊടുക്കുന്ന പ്രോംപ്റ്റിനനുസരിച്ച് മനോഹരമായ ഹൈപ്പർ റിയലിസ്റ്റിക് ആയിട്ടുള്ള ദൃശ്യങ്ങൾ ഉണ്ടാക്കി തരുന്നുണ്ട്. ഇപ്പോഴും പരീക്ഷിച്ചു നോക്കാം, നമുക്ക് അവൈലബിൾ ആണ്. നമ്മൾ കൊടുക്കുന്ന പ്രോംപ്റ്റ് നമ്മളെ വിസ്മയിപ്പിക്കുന്ന വിഷ്വൽസ് കൊണ്ടുവരുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അതിന്റെയൊക്കെ അർത്ഥം എന്താണ്? നമ്മള് നേരത്തെ പരമ്പരാഗതമായി ചെയ്തിരുന്ന പല ജോലികളും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ചെയ്യുന്ന ഒരു കാലത്തേക്കാണ് ടെലിവിഷൻ പ്രൊഡക്ഷനും പോകുന്നത് എന്നുള്ളതാണ്. മാധ്യമപ്രവർത്തനത്തെ കുറിച്ച് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഈ മേഖലയെ ഏതെങ്ങനെയാണ് സ്പർശിക്കുക എന്ന് പറഞ്ഞത്. ഇതില് ഒരുപാട് മേഖലയിലുള്ളവരുടെ ജോലി അത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ചോദ്യം ചെയ്യുന്നുണ്ട്. ക്യാമറാമാൻ, ഈ ക്യാമറാമാനും പ്രൊഡ്യൂസേഴ്സും ചേർന്ന് സഞ്ചരിച്ച് ദൂരത്ത് പോയി എടുത്തിരിക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് റൂമിനുള്ളിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതൊന്നും കോസ്റ്റ് കുറയ്ക്കുന്നൊക്കെയുള്ള ലാഭം ഒരു സൈഡിലാണ്. പക്ഷെ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് കുറച്ചുപേരുടെ ജോലിയും നഷ്ടമാവുന്നുണ്ട്. വലിയ തോതിൽ ഇത് കോസ്റ്റ് കുറയ്ക്കും. ഇപ്പൊ ടോക്കിയോയില് സൊറയുടെ ഹോം പേജിൽ തന്നെ കിടക്കുന്ന ഒരു വിഷ്വലുണ്ട്. പ്രോംപ്റ്റ് കിടക്കുന്നത് ഇങ്ങനെയാണ്: ടോക്കിയോ നഗരത്തിലൂടെ സഞ്ചരിക്കുന്ന സുന്ദരിയായ ഒരു പെൺകുട്ടി, അവരുടെ കയ്യിൽ ഒരു വാനിറ്റി ബാഗ് ഉണ്ട്, അതിന്റെ കളർ ഇതാണ്, അവരൊരു ബ്ലാക്ക് ജാക്കറ്റ് ധരിച്ചിട്ടുണ്ട്, അവരുടെ ചുണ്ടിൽ ലിപ്സ്റ്റിക് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കൃത്യമായ പ്രോംപ്റ്റ് കൊടുക്കുന്നു. ടോക്കിയോ നഗരത്തിലൂടെ നടക്കുന്ന പെൺകുട്ടിയുടെ ദൃശ്യങ്ങൾ, അതിന്റെ മൾട്ടിപ്പിൾ ആംഗിളിൽ നിന്നുള്ള ഷോട്ടുകൾ പെട്ടെന്ന് ഒരു മിനിറ്റിൽ താഴെയുള്ള സമയം കൊണ്ട് സൊറ ക്രിയേറ്റ് ചെയ്ത് നമ്മുടെ മുമ്പിലേക്ക് തരികയാണ്. ലാഭം ഉണ്ട് എന്നുള്ളത് നിസ്തർക്കമാണ്. അല്ലെങ്കിൽ നമ്മളിപ്പോ ഇവിടുന്ന് പോയി ടോക്കിയോ നഗരത്തിൽ പോയി ഷൂട്ട് ചെയ്ത് വന്ന് അതിന് യാത്രയ്ക്ക് ചെലവാകുന്ന കാശും ക്യാമറയ്ക്കും പ്രൊഡക്ഷൻ ക്രൂവിനും ചെലവാകുന്ന കാശും പിന്നീട് അതിന്റെ കളറിങ്ങിനും ലൈറ്റിങ്ങിനും ഒക്കെ ചെലവാകുന്ന കാശൊക്കെ ആലോചിച്ച് നോക്കുമ്പോ വലിയ ലാഭമായിരിക്കാം. പാരലായിട്ട് ഇതും കൂടി കാണണം. ഇപ്പോ ക്യാമറാമാന്റെയോ പ്രൊഡ്യൂസറുടെയോ കളറിസ്റ്റിന്റെയോ ഒക്കെ ജോലി ഇത് റിസ്കിലാക്കുന്നുണ്ട് എന്നുള്ളത്. ഇപ്പൊ പക്ഷെ ഇതിനൊന്നും ഒഴിവാക്കാൻ പറ്റില്ല. ഇത് അനിവാര്യമായ മാറ്റം തന്നെയാണ്. വേറൊരു വഴിയും നമ്മുടെ മുമ്പിൽ ഇല്ല. ആളുകൾ ഇത്തരത്തിലുള്ള കണ്ടന്റ് ക്രിയേഷൻ ടൂൾസ് ധാരാളമായിട്ട് ഉപയോഗിക്കും ഇനി വരുന്ന കാലത്ത്. അത് സാധാരണ ന്യൂസ് പ്രൊഡക്ഷനിലേക്കോ അല്ലെങ്കിൽ പ്രോഗ്രാം പ്രൊഡക്ഷനിലേക്കോ മാത്രമല്ല, സിനിമയിലേക്ക് പോലും ഇതിന്റെ സാധ്യതകൾ ഉപയോഗിക്കപ്പെടും. ആനിമേഷൻ വലിയൊരു ഇൻഡസ്ട്രിയാണ് ടെലിവിഷനുമായിട്ട് ബന്ധപ്പെട്ട. ആനിമേഷനെ വളരെ വിപ്ലവകരമായി മാറ്റുന്ന വർഷങ്ങളെടുത്ത്, ചിലപ്പോൾ നമ്മളൊരു വലിയ ആനിമേറ്റഡ് മൂവിയൊക്കെ ചെയ്യാൻ 2-3 വർഷം എടുക്കുന്ന സമയത്ത് അതിനെ വളരെ എളുപ്പത്തിലാക്കുന്ന തരത്തിലേക്ക് ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഗ്രോത്ത്, അതിനോടൊപ്പം ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് കൂടി വരുന്നതോടുകൂടി ആ തരത്തിലേക്ക് അത് മാറും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. വേഗം കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതും ഇപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിനേക്കാൾ ക്വാളിറ്റി ഉള്ള കണ്ടന്റ് ഉണ്ടാവുക എന്ന് പറയുന്നതും ഒക്കെ വലിയ മാറ്റമായിട്ട് വരുന്നു. അപ്പൊ അതുകൊണ്ട് ഈ ടെക്നോളജിയുടെ മാറ്റം എല്ലാ ഇൻഡസ്ട്രിയും എന്ന പോലെ തന്നെ ടെലിവിഷൻ ഇൻഡസ്ട്രിയെ, കമ്മ്യൂണിക്കേഷൻ ഇൻഡസ്ട്രിയും വലിയ തോതിൽ വിപ്ലവകരമായി സ്വാധീനിക്കുകയും മാറ്റിമറിക്കുകയും ചെയ്യും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. അത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആയിക്കോട്ടെ, ബ്ലോക്ക് ചെയിൻ ടെക്നോളജി ആയിക്കോട്ടെ, നമ്മൾ ഈ പറയുന്ന ഓഗ്മെന്റഡ് റിയാലിറ്റിയും വെർച്വൽ റിയാലിറ്റിയും മിക്സഡ് റിയാലിറ്റിയും ഒക്കെ അടങ്ങിയ XR, എക്സ്റ്റൻഡഡ് റിയാലിറ്റി എന്ന അമ്പറിലേക്ക് കീഴിൽ വരുന്ന ടെക്നോളജികളായിക്കൊള്ളട്ടെ, മെറ്റവേഴ്സ് എന്ന് നമ്മൾ വിഭാവനം ചെയ്യുന്ന വലിയ വെർച്വൽ 3D 360 ഡിഗ്രി വേൾഡ് ആയിക്കോട്ടെ, ഇതൊക്കെ നാളത്തെ നമ്മുടെ കണ്ടന്റിനെ സ്വീകരിക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്ന സ്വഭാവത്തെ വലിയ തോതിൽ മാറ്റും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. മെറ്റവേഴ്സ് എന്തായാലും ഡിഫൈനിങ് ആയിട്ടുള്ള ഒരു മാറ്റം ഈ ഇൻഡസ്ട്രിയിൽ കൊണ്ടുവരും. എന്ന് പറഞ്ഞാൽ 3D 360 എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലേക്ക് നമ്മളുടെ വിഷ്വൽ അനുഭവങ്ങളെ, കമ്മ്യൂണിക്കേഷൻ അനുഭവങ്ങളെ മെറ്റവേഴ്സ്
മാറ്റും. ഞാനൊരു പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിൽ ഒരു ചെറിയ ഉദാഹരണം കൂടി പറയാം. ഒരു വലിയ സംഭവം നടക്കുന്നു. ഇപ്പൊ നമ്മൾ ഈ കൊച്ചിയിൽ വിവാദമായിട്ടുള്ള വലിയ തിരുവാതിര ഉണ്ടല്ലോ, ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന തിരുവാതിര നടക്കുന്നു. ആ തിരുവാതിര നിങ്ങൾ ആസ്വദിക്കുന്നത്, അല്ലെങ്കിൽ അതുപോലെ അതിന് സമാനമായ വലിയൊരു ഒരു വലിയ സ്പോർട്സ് ഇവന്റ് നമ്മൾ ആസ്വദിക്കുന്നത് ഫ്യൂച്ചറിൽ അതിന്റെ 360 വേൾഡിൽ ഇരുന്നുകൊണ്ടായിരിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേഡിയത്തിൽ ഇരിക്കുന്നത് പോലെ തന്നെ നമുക്ക് ഫ്യൂച്ചറിൽ ആ കണ്ടന്റ് ആസ്വദിക്കാൻ പറ്റും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സംഭവം നടക്കുന്നതിന്റെ നടുവിൽ നമുക്ക് ആയിരിക്കാൻ പറ്റും 360 ഡിഗ്രി ലൈവ് കവറേജിലൂടെ. അതൊക്കെ ആയിരിക്കും ഫ്യൂച്ചറിലേക്ക്, ഇനി അടുത്ത ഫ്യൂച്ചറിലേക്ക് കമ്മ്യൂണിക്കേഷൻ ഇൻഡസ്ട്രി കാണാൻ പോകുന്ന വലിയ മാറ്റങ്ങൾ. അങ്ങനത്തെ 360 ഡിഗ്രി വേൾഡുകളുടെ ഒരു വലിയ നെറ്റ്വർക്ക് ഇപ്പോഴത്തെ ഇന്റർനെറ്റിന് സമാനമായിട്ട് രൂപപ്പെടുന്നതാണ് മെറ്റാവേഴ്സ്. അതും കമ്മ്യൂണിക്കേഷൻ ഇൻഡസ്ട്രിയെ വിപ്ലവകരമായി സ്വാധീനിക്കും. ഇങ്ങനെയൊക്കെ കൂടിയാണ് മാധ്യമ ലോകവും കമ്മ്യൂണിക്കേഷൻ ലോകവും മാറുന്നത് എന്നുകൂടി ഓർമ്മിപ്പിച്ച് നിർത്തുന്നു.